ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റമുണ്ടാക്കിയ, ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ ആളെപ്പറ്റി, സംഭവത്തെപ്പറ്റി എഴുതേണ്ടി വരുമ്പോൾ ഇതല്ലാതെ വേറെ എന്താണ് ഞാൻ എഴുതുക? നിന്നെ ഇതിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ഒഴിവാക്കുക, മറക്കുക? എഴുത്തുകാരൻ എൻ മോഹനൻ അദ്ദേഹത്തെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു പെൺകുട്ടിയെ ഓർത്തെടുക്കുന്ന പുസ്തകമാണ് ഒരിക്കൽ. വായനക്കാരോടായി മുൻകൂട്ടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, സത്യം പറയട്ടെ, ഇതിൽ പ്രേമമില്ല, ആരാധനയില്ല, ചമത്കാരപൂർണമായ യാതൊരു വികാരാകർഷണവുമില്ല. എന്നാലും എനിക്ക് വിശദീകരിക്കാനാവാത്ത മറ്റെന്തോ ഉണ്ട് എന്ന വാസ്തവം നിഷേധിക്കുവാനും വയ്യ. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് തോന്നുന്ന എന്തോ ഒന്ന് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതുപോലെ എന്തോ ഒന്ന്. അതെ, എന്തൊരു സാന്നിധ്യവും സ്വാധീനവുമായിരുന്നു അവൾ എന്നെഴുതിക്കൊണ്ടാണ് എൻ മോഹനൻ ആ പെൺകുട്ടിയെ ഓർമ്മിച്ചെടുക്കുന്നത്. ആദ്യമായി കണ്ടപ്പോൾ ഏറെ യാദൃശ്ചികമായി മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒരു കവിതാശകലവുമായിട്ടാണ് ആ പെൺകുട്ടി ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ചേക്കേറുന്നത്. പിന്നീട് അവരിരുവരും ഒരു കവിത പോലെ പ്രണയിക്കുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അന്നവൾ ചൊല്ലിത്തന്ന അതേ കവിതാശകലങ്ങൾ പൊള്ളുന്ന ജീവിത സത്യങ്ങളായി അയാൾക്ക് മുന്നിൽ മലർന്നു കിടന്നു. അകലേക്കാൾ അകലെയാകുന്നു നീ, അരികിലേക്കാൾ അരികിലാണ് അത്ഭുതം. അകലേക്കാളും അകലത്തിലേക്ക് അകന്നകന്നുപോയ, നമ്മളേറെ പ്രിയപ്പെട്ടതെന്ന് കരുതി താലോലിച്ചിരുന്ന ചില ആത്മബന്ധങ്ങളില്ലേ? നഷ്ടപ്പെടലിൻ്റെ ഏകാന്തമായ വഴിത്താരയിൽ ദുഃഖസാന്ദ്രമായി നിൽക്കുന്ന ഒരാളെ ഒരുപക്ഷെ നിങ്ങൾക്കും സങ്കല്പിക്കാനായേക്കും. കാലവർഷങ്ങൾ എത്ര കടന്നുപോയാലും ഉള്ളിലെ നെരിപ്പോടിൽ അണയാതെ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പ്രേമസാന്ദ്രമായൊരു മുഖം നിങ്ങൾക്കുമില്ലേ? ഒരിക്കൽ, പണ്ടൊരിക്കൽ, ഏറെ പ്രിയതരമായൊരു പാട്ടിനൊപ്പം, കാറ്റിനൊപ്പം, നടവഴിയിലെ നേരിനൊപ്പം, ഭാവിയിലേക്ക് കൂട്ടിവെച്ച സ്വപ്നങ്ങൾക്കൊപ്പം ഒക്കെ ചേർത്തു പിടിച്ച ഏറെ പ്രിയപ്പെട്ട ചില മുഖങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവില്ലേ? എങ്കിൽ ഈ കഥ നിങ്ങളുടേതു കൂടിയാണ്. പെട്ടെന്നൊരു ദിവസം എണീറ്റു നോക്കുമ്പോൾ താൻ നെയ്തു കൂട്ടിയ സ്വപ്നങ്ങളെല്ലാം കൺമുന്നിൽ ശിഥിലമായി പോകുന്നത് നോക്കി നിന്നിട്ടുണ്ടോ? പ്രണയനഷ്ടത്തിൻ്റെ കടൽ കടന്ന് വീണ്ടും പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തി ജീവിച്ചു മുന്നോട്ടു പോകുമ്പോൾ ഉള്ളിലെ പ്രിയതരമായൊരാ ഓർമ്മയെ വീണ്ടും നിങ്ങളുടെ കൺമുന്നിലേക്ക് വെച്ചു നീട്ടുന്ന ജീവിതത്തിൻ്റെ അപൂർവമായ കൗതുകങ്ങളെ കൂടി ഈ പുസ്തകം അനാവരണം ചെയ്യുന്നു. ലളിതാംബിക അന്തർജനത്തിൻ്റെ മകൻ കൂടിയായ എഴുത്തുകാരൻ എൻ മോഹനൻ ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ അവളെ വെയിൽ വെളിച്ചത്തിൻ്റെ ഉടുപുടവ അണിയിച്ചു, പൂക്കളുടെ സൗന്ദര്യത്തെയും സുഗന്ധത്തെയും കൊടുത്തു, ആകാശ നീലിമയിലൂടെയും വനാന്തരംഗത്തിലെ ഹരിതതല മർമ്മരങ്ങളിലൂടെയും ഞാൻ അവളുമായി സംവദിച്ചു. കിളികൾ എൻ്റെ പ്രണയഗാനം അവളെ പാടിക്കേൾപ്പിച്ചു. എന്നിട്ടും അവൾ അറിഞ്ഞില്ല. ആഴക്കടലിനേക്കാൾ അഗാധമായിരുന്നു എൻ്റെ പ്രണയം. ഏറ്റവും വലിയ മോഹത്തെക്കാൾ വലുതായിരുന്നു എൻ്റെ ഇഷ്ടം. എന്നിട്ടും അവൾ അറിഞ്ഞില്ലല്ലോ. ഇപ്പോൾ ഈ വൈകിയ വേളയിൽ പ്രപഞ്ചാന്ത്യത്തിൽ കോരിച്ചൊരിയുന്ന ഈ പേമാരി എൻ്റെ കണ്ണുനീരാകുന്നു എന്ന സത്യം മാത്രം അവൾ തിരിച്ചറിയുന്നുവത്രേ. ഹാ കഷ്ടം! ഐ ഹാവ് ലവ്ഡ് thee with an everlasting love. എന്നെ സ്നേഹം പഠിപ്പിച്ച, എന്നെ സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി, നിനക്ക് എന്നും നല്ലത് മാത്രം വരട്ടെ.